എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ യാത്രേൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. ആലപ്പുഴ പോകണം വിചാരിച്ചാണ്. അപ്പോൾ അവിടെ ഭയങ്കര മഴയുടെ ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. വെക്കേഷൻ തീരെയാണ്. അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആണ് എൻ്റെ ചാനലിലെ എൻ്റെ അടുത്തുള്ള സുഹൃത്ത് നിഖിൽ പ്രമേഷ് 24 റിപ്പോർട്ടർ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലാണുള്ളത്. ഈ തൊട്ട ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബാബേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. ബാബേട്ടനാണ് എൻ്റെ മുതലാളി. ഇത് തൊട്ട അപ്പുറം കാണുന്നത് മലപ്പുറം ജില്ലയാണ്, ഇത് കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപൂർവീനം കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇതിൽ ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് ഏകദേശം 2 മണിക്കൂറോളമാണ് ബോട്ടിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് 15 ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനത്തെ 5 എണ്ണത്തിൻ്റെ മുതലാളിയാണ് ഈ നിൽക്കുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ്. പഴയ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കർഷകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കൃഷിയിലൊക്കെ ഫസ്റ്റ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ ചെമ്മീൻ കൃഷി ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള, ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് മാത്രമല്ല, എന്താ പറയുക, നമ്മളെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണ്. ആ ചേച്ചിയാണ് ഇവിടെ ഭക്ഷണം വിഭവസമൃദ്ധമായി ചെയ്തതെന്ന്. നമ്മളിപ്പോൾ വിശന്ന് വന്ന സമയത്താണ് നമ്മൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ കപ്പ ഉണ്ടായിരുന്നു, ചപ്പാത്തി, പത്തില്, ചെമ്മീൻ, ഞണ്ട് തുടങ്ങി എല്ലാ സാധനം ഇവിടെ റെഡിയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സാധാരണ അവിടെ സെർവ് ചെയ്യുന്നതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, 1/3 ഭാഗം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവരെ പാക്കേജിൽ വരുന്ന ആളുകൾക്ക് 12 ഐറ്റം സാധനങ്ങൾ, എല്ലാ സംഭവങ്ങളും വളരെ ഗംഭീരമായിട്ട് മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് പോകുന്ന രീതിയിലാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ പാവട്ടം പറയും. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ അവസരം ആരും മിസ് ചെയ്യരുത്. നമുക്ക് ഇത്തരത്തിലൊരു എന്നെപ്പോലെ ഒരു എന്താ പറയുക, പ്രകൃതിയെ സ്നേഹിക്കുന്നത് പോലെ മക്കളെ കൂടെ ഒരു ട്രിപ്പ് അടിച്ച് വരണം എന്ന് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള, യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ പോയിന്റിൽ എത്തിച്ചേരണം. ഞാൻ ഇതിൻ്റെ കൂടെ ബാബേട്ടൻ്റെ നമ്പറും, ഇതിൻ്റെ ബാബേട്ടൻ്റെ മകനുണ്ട്, അവരെയാണ് ഇത് നടത്തുന്നത്. അവരുടെയും കൂടി നമ്പർ ഇതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എല്ലാവരും ഇവിടെ വരണം. കൂടുതൽ കാര്യങ്ങൾ ബാബുവേട്ടൻ തന്നെ നിങ്ങളോട് പറയും. എനിക്ക് കൂടുതലും പറയില്ല. ഞാനാണ് ഇവിടുത്തെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ചെമ്മീൻ കൃഷിക്കാരനാണ്. ആദ്യ ബാച്ച് ചെമ്മീൻ കൃഷിക്കാരൻ 94-ൽ ചെമ്മീൻ കൃഷി ആരംഭിച്ചാണ്. ആ ചെമ്മീൻ കൃഷി ഒരു 9 വർഷത്തോളം ചെമ്മീൻ കൃഷി ചെയ്ത്. ആ ചെമ്മീൻ കൃഷി ആദ്യം തന്നെ എൻ്റെ ഫാമിൽ തന്നെയാണ് 3 വർഷം ഞാൻ ചെമ്മീൻ കെട്ട് നടത്തി. അത് കഴിഞ്ഞാൽ അത്തോളി, കൊയിലാണ്ടി ഭാഗങ്ങളിൽ വലിയ വലിയ കെട്ടുകൾ എടുത്തുകൊണ്ട് ചെമ്മീൻ കൃഷി ചെയ്ത് ഏറെക്കുറെ അത്തോളി, വേളൂർ വെസ്റ്റിലെ കെട്ടാണ് എന്നെ വിജയിപ്പിച്ച് ലാസ്റ്റ് ഞാൻ ഈ ചെറിയ ചിത്രത്തിലെത്തുന്നത്. അവരൊക്കെ ശേഷം ചെമ്മീൻ കൃഷി പരാജയനി. അപ്പൊ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം വീണ്ടും നമ്മളെ ഫാമിൽ തന്നെ മത്സ്യകൃഷി, കരിമീൻ, ചെമ്പല്ലി, കാളാഞ്ചി, എക്സ്പോർട്ടിങ്, ഞണ്ട് വരെയുള്ള എല്ലാ കൃഷികളും ഇവിടെ തന്നെ തുടങ്ങി. അതിനോടനുബന്ധിച്ച് എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു 18 വർഷം മുന്നേ ഞാൻ ഇവിടുത്തെ ടൂറിസം ഈ പ്രദേശത്ത് ആദ്യമായിട്ട് 18 വർഷം മുന്നേ എനിക്ക് തോന്നി, നല്ല കണ്ടൽക്കാടുകൾ, ബേർഡ്സ് ഇഷ്ടം പോലെ വരുന്ന ഈ സ്ഥലത്ത് നമുക്ക് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നേരമ്പോക്കായിട്ട് തുടങ്ങിയ പ്രസ്ഥാനം ലോക ടൂറിസം ഭൂപടത്തിൽ കടലുണ്ടി സ്ഥാനം പിടിച്ചു. അത് മാത്രമല്ല, ഈ കടലുണ്ടിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഒരു ദിവസം എത്രത്തോളം ടൂറിസ്റ്റുകൾ? ഞങ്ങൾ 170 ആളെ ഒരു ദിവസം പാക്കേജിൽ എടുക്കുള്ളൂ. ബുക്കിംഗ് വരുന്ന ഇതിന്റെ ഇരട്ടിയോളം വരും. പക്ഷെ ബുക്കിംഗ് ഞങ്ങൾക്ക് വെക്കേഷനിലൊക്കെ ബുക്കിംഗ് ഈ പറഞ്ഞ 170 ആളെ എടുത്തും കണ്ട് ബാക്കി നിർത്തുക. കാരണം വെച്ചാൽ അത് പിന്നെ ഗ്യാപ്പ് നോക്കിയേ കൊടുക്കുള്ളൂ. കാരണം ആദ്യം അത് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പൊ ഈ 170 ആൾ വരുന്നവർക്കും ആ ഫുഡ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കരിമീൻ പൊരിച്ചത്, ഞണ്ട് ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, അതിലേക്ക് ചപ്പാത്തി, പത്തിരി, കപ്പ, ചോറ്, പച്ചക്കറി, ഇപ്പേരി, പപ്പടം, തൈര്, സലാഡ്, 12 ഐറ്റം ഫുഡ് പോലെ കണ്ട് മേശക്ക് ഗംഭീരമായ ഒന്നും പറയാനില്ല. മുഴുവൻ കഴിക്കാൻ കഴിഞ്ഞില്ല, പകുതിയോടെ നിർത്തി സമനില തെറ്റിക്കുന്ന രീതിയിൽ ഫുഡാണ്ട് വെക്കും. ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോലെ ഞങ്ങൾ ഇന്ന് യൂട്യൂബും ചാനലും അല്ല ഇന്നത്തെ നമ്മളെ വിജയം. വരുന്ന ഗസ്റ്റുകൾ മൗത്ത് പബ്ലിസിറ്റിയാണ് ഞങ്ങൾ ഇന്ന് ഐലൻഡ് ടൂറിസത്തിന് ഇവിടെ എത്തിക്കണത്. ഞങ്ങൾക്ക് നമ്മളെ അടുത്ത് ഇപ്പോൾ ഒരു 5-10 സ്റ്റാഫുമാർ നമ്മളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമല്ലേ. കുറെ സ്റ്റാഫുമാരൊക്കെ, കുറെ ആളുകളൊക്കെ, സ്റ്റാഫുമാരെന്നും പറയല്ലോ, ഒക്കെ എൻ്റെ കൂട്ടുകാരനെയാണ്. സ്റ്റാഫുമാരായിട്ടൊന്നും കാണൂല. ഞങ്ങൾ മുതലാളിയും തൊഴിലാളിയും എന്നുള്ള ബന്ധമല്ല, എല്ലാവരും കൂട്ടുകാരും ആ രീതിയിൽ തന്നെയാണ് പോണത്. തൽക്കാലം യാതൊരു കുഴപ്പമില്ലാതെ ഇതൊരു എക്കോ ടൂറിസം മേഖല കൂടിയാണ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ വെള്ളം കണ്ടാൽ ശുദ്ധമായ വെള്ളമാണ്. ഇതിലൊരു ഇന്ധനത്തിന്റെ അംശം ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ തോണി
തുഴഞ്ഞു നീങ്ങേണ്ട ബോട്ടുകളും തോണികളും മാത്രം ഇവിടെ യൂസ് ചെയ്യാനുള്ള അനുമതി അത്രേ ഉള്ളൂ. ഇത് ബേപ്പൂർ പോർട്ടിന്റെ ലൈസൻസ് പ്രവർത്തിക്കണം. ഓരോരോ ബോട്ടുകൾക്കും 16, 14, 12 ആളുകളെ മാത്രം. അതിന് ഫുൾ കവർ ഇൻഷുറോട് കൂടി തന്നെയാണ് ബേപ്പൂർ പോർട്ടിന്റെ ലൈസൻസ് സെക്യൂരിറ്റിയോട് കംപ്ലീറ്റ്. എല്ലാവരും ഒരാളെ പോലും ജാക്കറ്റ് ഇടാതെ ഇവിടുന്ന് വിടുന്ന പരിപാടിയില്ല. എന്തും നമ്മളെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. ആ സേഫ്റ്റിയോട് കൂടി വിടുന്ന കറക്റ്റ് പോയിന്റ് തന്നെയാണ് നമ്മുടെ യാത്രകൾ നടത്തുന്നത്. പിന്നെ അതിൽ പോകട്ടെ, അവിടെ ഈ അടുത്ത പ്രദേശത്തൊക്കെ ഇതുപോലെ ചെയ്യുന്ന കുറെ ടീമുണ്ട്. ഞാൻ തുടങ്ങിയ ചെയ്തിരിക്കുന്ന ആൾ അടുത്ത പ്രദേശത്ത് ചെയ്യുന്ന ടീമിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് സാമ്പത്തികമായ ലക്ഷം ബില്ല് ഇവിടെ കുറവാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്താ അങ്ങനെ കൂടുതൽ ബുക്കിംഗ് ഉണ്ടായിട്ടും നിങ്ങൾ അത് ഫണ്ട് കൂടുതൽ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ആളെ ബുക്ക് ചെയ്യാതെ ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റേറ്റിലേക്ക് കൊണ്ടുവരാൻ കാരണം നമുക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടണ്ട. പിന്നെ ഞങ്ങൾ പരിധി ലാഭങ്ങളല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. വർക്ക് കൂടുതൽ വരുത്തുക, എന്നിട്ട് ലാഭം കൂടും. വർക്ക് കൂടുതൽ വരുമ്പോൾ ലാഭം കൂടും. അതാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയാണ് ബാബേട്ടൻ പറയാനുള്ള. ബാബേട്ടൻ നിങ്ങൾ ഈ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായും എല്ലാവരും വരണം. ഈ പ്ലേസിൽ വന്ന് നിങ്ങൾ ഇതുപോലെ എൻജോയ് ചെയ്യണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.